ഹായ് ഹലോ. ഇന്ന് രാവിലത്തെ കുറച്ച് പരിപാടിയാണ് ഞാൻ വീഡിയോ ആക്കിയത്. രാവിലെ എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്ഷണം തയ്യാറാക്കൽ. അപ്പോൾ അതാണ് രാവിലെ തന്നെ ഞാൻ കടലക്കറിയും പിന്നെ നീർദോശയാണ് ഉണ്ടാക്കിയത്. കടലയ്ക്ക് പച്ചമുളകും ഉള്ളിയും തക്കാളി അരിഞ്ഞിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുക്കുക. അത് മിക്സാക്കിയിട്ട് വേറൊരു അടുപ്പിൽ വെക്കുക. അതിനുശേഷം നീർദോശ അപ്പോൾ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. വേറെ ഒന്നും ചേർക്കാനില്ല, അരി മാത്രം ചേർക്കാനുള്ളൂ. അരി ചേർത്തിട്ട് നല്ലപോലെ കുറച്ച് വെള്ളമാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം എത്രത്തോളം വെള്ളമാക്കും അത്രത്തോളം തിന്നായിട്ട് കിട്ടും. അപ്പോൾ അതാണ് നീർദോശ. എല്ലാവർക്കും അറിയില്ല, ചിലർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് തോന്നുന്നു. കർണാടകയിൽ എല്ലാ വീട്ടിലും എപ്പോഴും ആക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് കിട്ടും. പിന്നെ മാവിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഇട്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല രീതിയിൽ കിട്ടും. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആക്കണ്ടേ എങ്ങനെ അരക്കണ്ടേന്ന് വേണമെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അതിനുശേഷം കടലയ്ക്ക് നമ്മൾ വറുത്തിടുന്നതാണ്. വറുത്തിട്ടു. അതിനുശേഷം ഇന്ന് ചായ ഇല്ലായിരുന്നു, ഹോർലിക്സ് ആയിരുന്നു. കുറച്ച് പാല് വൈകുന്നേരത്തിന് എടുത്ത് വെച്ചിട്ട് ബാക്കി പാല് ഒഴിച്ചിട്ട് ഹോർലിക്സ് കലക്കിയെടുത്ത്. അതിനുശേഷം ഇതാണ് മുട്ട ഒരു ബുൾസ ആക്കിയിട്ടുണ്ട്, കടലക്കറിയും പിന്നെ ഹോർലിക്സും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് നല്ലോണം പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണാൻ പോയി. നല്ല പോലെ ഇത് ചെറുനാരങ്ങയുടെ നട്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത